അതായത് കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി പറയാം. നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഉണ്ടാവും, എൻ്റെ നാട്ടിലും അത്തരക്കാരുണ്ട്. അതായത് പണം വാങ്ങി ശരീരം വിറ്റ് ജീവിക്കുന്ന, മലയാള ഭാഷയിൽ വേശ്യാ സ്ത്രീകൾ എന്ന് വിളിക്കുന്ന സ്ത്രീകൾ നമ്മുടെയൊക്കെ നാട്ടിലും ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടായേക്കാം. ഇങ്ങനൊരു പെൺകുട്ടിയെ ഒരുവൻ ഒരു രാത്രിയിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്താൽ ഈ ബലാത്സംഗം ചെയ്തവനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുമോ? നിങ്ങൾ ഇങ്ങനെ പറയുമോ, അവൾ ഇന്നലെ വരെയും കാശ് കൊടുത്ത് പലരുടെയും കൂടെ കടന്നു കൊടുത്തിട്ടുള്ളവരാ, അതിനിപ്പോൾ അന്ന് കരുതിയിട്ട് അവളെ ഒരുത്തിന് ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? ഒരു സ്ത്രീ എത്ര പേർക്കൊപ്പം കിടന്നെന്ന് പറഞ്ഞാലും അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരുവൻ അവളുടെ ശരീരത്തിൽ തൊട്ടാൽ കൈയെടുക്കടാ എന്ന് പറയാനുള്ള അവകാശം അവൾക്കില്ലേ? അവളങ്ങനെ പറഞ്ഞാൽ നീ അത്ര പതിവ്രതയാണോ, നീ അത്ര ശീലാവതിയാണോ എന്ന് ചോദിക്കുന്നത് ശരിയായൊരു സമീപനമാണോ എന്ന് രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ മനസ്സിലാക്കുക. ഇനി രാഹുൽ ഈശ്വറിൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒരുപാട് സമയം പണ്ട് സംസാരിച്ചിട്ടുണ്ട്. ദിലീപ് വിഷയത്തിൽ അദ്ദേഹം അനുകൂലമായ